ലൈഫിലുണ്ടല്ലോ മാസീവായിട്ടുള്ള സക്സസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരു റൈറ്റ് മെന്ററെ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു കരിയർ ഗ്രോത്ത് ആവാം, വെൽത്ത് ക്രിയേഷൻ ആവാം, ചിലപ്പോൾ ഹെൽത്ത് ആവാം. ഏത് കാര്യത്തിനും നമ്മൾക്ക് ഒരു റൈറ്റ് മെന്റേഴ്സ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഓൾറെഡി അവർ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അവർക്ക് അത്രയും നല്ല രീതിയിൽ സ്കില്ലും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ലൈഫിൽ വരുവാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ലൈഫ് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് സ്ട്രക്ക് ഇല്ലാതെ നമുക്ക് പോവാനായിട്ട് ഈ ഒരു മെന്റർഷിപ്പ് സാധിക്കും. എഗെയിൻ മെന്റേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 10 വർഷമെങ്കിലും നിങ്ങളെക്കാൾ പ്രായം കൂടിയ ഒരാളെ എടുക്കാൻ നോക്കുക. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിൽ തന്നെ നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾക്ക് വളരെ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് പോകാനായിട്ടൊക്കെ ഈ ഒരു ഏജും സഹായിക്കും എന്നാണ് എനിക്ക് തോന്നിയേക്കണേ. എഗെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ശരിക്കും പല ആൾക്കാരും മെന്റേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ വളരെ കൺസ്ട്രക്റ്റീവായിട്ടും അവരൊരു എക്സ്പീരിയൻസിൽ നിന്ന് സംസാരിക്കുകയും നമ്മളോട് വളരെ നല്ല രീതിയിൽ ചോദ്യം ചോദിക്കുകയും നമ്മൾക്കൊരു നല്ല ക്ലാരിറ്റി തരുകയും ചെയ്യണ ഒരാളാണെങ്കിൽ മാത്രമേ ആ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ പറയണ എല്ലാത്തിനും എസ് പറയണ ഒരാളുടെ അടുത്ത് പോയാൽ പലപ്പോഴും ആ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ നമുക്കൊരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ ഒരു മെന്ററെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ നല്ല രീതിയിൽ നോളജ് ഉള്ള ഒരു വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യാൻ, നമ്മളുടെ വാല്യൂസുമായിട്ട് അലൈൻ ചെയ്യുന്ന ആളെ സെലക്ട് ചെയ്യാൻ മറക്കരുത്.